മുഖ്യമന്ത്രിയുടെ പേര് കൂടി തിരികെ കയറ്റിയ രാഷ്ട്രീയ കൗശലത്തെയാണ് CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നത്. അഡ്വക്കേറ്റ് സി പത്മനാഭൻ, ഈ LDFന്റെ കൺവീനർ പറയുന്നത് ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കില്ലേ, അവരെ നിരന്തരം വേട്ടയാടുകയാണ് മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ. അവർക്ക് IT സ്ഥാപനങ്ങൾ നടത്താനുള്ള ശേഷിയുള്ള സ്ത്രീയാണ്, പ്രഗത്ഭയാണ്. അത്തരമൊരു വ്യാപാരവും ബിസിനസ്സും നടത്താൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ വിജയനെ നിങ്ങൾ അനുവദിക്കുന്നില്ല? ആത്മനിർഭർ ഭാരതിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നാട്ടിലുള്ള ഈ നിക്ഷേപകരെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നതാണ് പരോക്ഷമായി ചോദിക്കുന്നത് LDF. ഞാൻ ഉത്തരം പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കമ്പനിയാണ് വ്യക്തിക്ക് എന്ത് പ്രാധാന്യം എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി, ദി സർവീസ് ലെവൽ എഗ്രീമെൻറ്റ് ബിറ്റ്വീൻ എക്സാലോജിക് ആൻഡ് CMRL ഷോഡ് ദാറ്റ് ദി സോഫ്റ്റ്വെയർ സർവീസസ് വേർ ടു ബി ഗിവൺ ഓൺലി ത്രൂ ദ കമ്പനി. ഇവരുടെ കോൺട്രാക്ട് പ്രകാരം കമ്പനിയാണ് സോഫ്റ്റ്വെയർ സർവീസസ് കൊടുക്കേണ്ടത്. സോ ഹൗ കം വീണ, the director of Exalogic Solutions Private Limited, received 55 lakhs from CMRL in an individual capacity? അപ്പോൾ എങ്ങനെ വീണ എന്ന ആൾക്ക് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് 55 ലക്ഷം രൂപ കിട്ടി? വീണ was asked to explain whether she was providing services in an individual capacity other than through Exalogic Solutions. അപ്പോൾ ഇവർ നേരിട്ട് വ്യക്തി എന്ന നിലയിലും സർവീസസ് കൊടുത്തിരുന്നോ എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിലേക്ക് പണം വന്നത് കമ്പനിക്ക് മാത്രമല്ല, 5 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ പ്രതിമാസം വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തിയും പണം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കമ്പനി നിയമം അനുസരിച്ച് ഈ ROCക്ക് വ്യക്തിപരമായ ഇടപാടുകൾ അന്വേഷിക്കാൻ കഴിയുമോ? അല്ല, അവിടെ ചോദ്യം എന്താന്ന് വെച്ചാൽ ROC എന്താ പറഞ്ഞത്? ദുരൂഹമാണ് ഇടപാടുകൾ, ദുരൂഹമാണ്, അതുകൊണ്ട് EDയോ CBIയോ അന്വേഷിക്കണം. എന്തിനാണ് ED അന്വേഷണം വരുന്നത്? മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ, ഈ സർവീസസിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, കൈക്കൂലി കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതിനാണ് ED അന്വേഷിക്കുന്നത്. എന്തിനാണ് CBI അന്വേഷിക്കുന്നത്? പൊതുപ്രവർത്തകർ ഇൻവോൾവ് ആണ് എന്ന സംശയമുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇൻവോൾവ് ആണ്, അപ്പോൾ പൊതുപ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർക്കിത് അന്വേഷിക്കാൻ അധികാരമില്ലാത്തത് കൊണ്ടാണല്ലോ അവരുടെ റിപ്പോർട്ടിൽ EDയുടെയും CBIയുടെയും അന്വേഷണം ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമല്ല. അതൊന്ന്. 2, ഇപ്പൊ രാഷ്ട്രീയ ആരോപണമാണ്. ഒരു ക്ലാരിറ്റി വേണ്ടി ചോദിക്കുക. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിൽ ROC കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ കള്ളപ്പണം? നികുതി അടയ്ക്കാതെ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന പണം, അതാണല്ലോ കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോ നികുതി അടയ്ക്കാതെ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ എക്സാലോജിക്കും CMRLും തമ്മിൽ? നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എക്സാലോജിക്ക് നികുതി അടച്ചിട്ടുണ്ട്. CMRL നികുതി അടച്ചതിന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പൂർണ്ണമായിട്ടും രണ്ടാമതും റിപ്പോർട്ട് നൽകി അവരെ കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഇതിൽ കള്ളപ്പണം വരിക സർ? ഞാൻ പറയാം. CMRL വീണയുടെ എക്സോലോജിക് കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പണം, അതായത് 1,71,00,000 രൂപ ചിലവിനത്തിൽ കാട്ടാൻ പറ്റില്ല. കാരണം യാതൊരു തരത്തിലുള്ള സർവീസും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതൊരു സൗജന്യമായ പേയ്മെൻ്റായി കണക്കാക്കണം എന്ന രീതിയിലാണല്ലോ സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. പിന്നെ ഇതൊരു സെറ്റിൽമെൻറ്റ് ബോർഡാണ്. അവിടെ തർക്കമുണ്ടായിരുന്നെങ്കിൽ മതി, സെറ്റിൽമെൻറ്റ് വേണ്ട, ഞങ്ങൾ ലിറ്റിഗേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് CMRLന് ഇറങ്ങിപ്പോവാമായിരുന്നു. സ്വാഭാവികമാണല്ലോ. അപ്പോൾ കോടതിയിൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്. ആ സെറ്റിൽമെൻറ്റ് മേശക്കരികിൽ വെച്ച് നമ്മുടെ എതിർഭാഗവും സെറ്റിൽമെൻറ്റിന് ഇരിക്കുന്ന ഒരു പക്ഷേ ന്യായാധിപനാവാം, അല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകനാവാം, ആ മീഡിയേറ്റർ പറയുകയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തു പറയാം? താല്പര്യമില്ലാത്ത പാർട്ടിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല, നമുക്ക് കോടതിയിൽ തീർക്കാം എന്ന് പറഞ്ഞ് ഇൻകം ടാക്സിൻ്റെ അപ്പലറ്റ് ട്രൈബ്യൂണലിൽ തീർക്കേണ്ട വിഷയം ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ചു CMRL. അപ്പോൾ അവരെന്തനുസരിച്ചു? നിങ്ങൾക്ക് നൽകിയ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾ വീണയ്ക്ക് നൽകിയ പേയ്മെൻറ്റ് അല്ലെ എക്സാലോജിക്കിന് നൽകിയ പേയ്മെൻറ്റ് ഒരു സർവീസിനുള്ള കൂലിയായിട്ടല്ല, ശമ്പളമായിട്ടല്ല,
ഇതൊരു വെറുതെ ഉള്ളൊരു പേയ്മെന്റ് ആണ്, അതുകൊണ്ട് ചെലവായി കാണാൻ പറ്റില്ല അല്ല, എന്ന് മതിയായ കണ്ടെത്തിയിരിക്കുന്നു. സേവനങ്ങൾക്കുള്ള ആ കണ്ടെത്തൽ പ്രതിഫലമല്ല അവിടെ എന്നാണ് നിലനിൽക്കുകയാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. ആരും തൃപ്തികരമായിരുന്നില്ല സേവനം. അതെ മതിയായ എക്സാജറേറ്റഡ് എമൗണ്ടാണെന്ന് കരുതുക. അല്ല, എന്റെ ചോദ്യം ഇതാണ്, പ്രേക്ഷകർക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് ശ്രീ പത്മനാഭൻ. ഞാൻ ഇപ്പോൾ CMRL ആണെന്ന് കരുതുക, ഞാൻ അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി പണം തരുന്നു. അതിൽ ഞാൻ ടാക്സ് അടച്ചിട്ടാണ് പണം തരുന്നത്. ഞാൻ ടാക്സ് ഇളവിന് വേണ്ടി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് എൻ്റെ ക്ലെയിം തള്ളുമ്പോഴും അപ്പോൾ ആ പണം അടയ്ക്കാൻ ഞാൻ നിർബന്ധിതരാകുന്നു. CMRL ആ പണം അടയ്ക്കുന്നു. അങ്ങേക്ക് പണം, നികുതി അടച്ച പണം, ആര്? CMRL നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടും അത് തള്ളിക്കളഞ്ഞ് CMRL പണമടച്ച് ടാക്സ് ഡിഡക്ട് ചെയ്ത് താങ്കൾക്ക് 55 ലക്ഷം രൂപ തരുന്നു. താങ്കളും നികുതി അടയ്ക്കുന്നു. ഇതിൽ കള്ളപ്പണം എവിടെയാണ് സർ? അല്ല, നികുതി അടച്ചാൽ വെള്ളപ്പണം കള്ളപ്പണമാവില്ല. കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു ശ്രമമായി മാത്രമേ നികുതി അടയ്ക്കലിനെ ചില സാഹചര്യത്തിൽ, എല്ലാ സാഹചര്യത്തിലും ഇല്ല, ചില സാഹചര്യത്തിൽ കാണാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ BJPയുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകനാണ്. എനിക്കൊരു വലിയ സ്ഥാപനം വലിയ പൈസ തരുന്നു, ഞാൻ ലീഗൽ കൺസൾട്ടൻസി നടത്തിക്കൊടുത്തു എന്ന പേരിൽ. പക്ഷേ ഞാൻ ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഭരണം ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ആ കമ്പനിക്ക് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു. അതിന് ഒരു പ്രതിഫലമായിട്ട് കൂടിയാണ് ഈ പൈസ തരുന്നതെങ്കിലോ അത് കൈക്കൂലിയാണ്. അത് കൈക്കൂലിയാണ്. ഒരു വേറെ അപ്പോൾ ഒരു കവറിലിട്ട് കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ നികുതി അടച്ച പണം വരുമോ എന്നതാണ് ചോദ്യം. ക്യാപ്സൂൾ ഓരോന്ന് പുറത്തു വരും. എപ്പോൾ പേയ്മെന്റിന്റെ പർപ്പസ്, ഞാൻ പറഞ്ഞോട്ടെ, പേയ്മെന്റിന്റെ പർപ്പസ് വേറെയാണെങ്കിൽ ഇല്ലാത്ത സേവനത്തിന് പൈസ കൊടുക്കുന്നു, പക്ഷെ പർപ്പസ് വേറെയാണ്, വേറെ ചില സഹായങ്ങൾ. അത് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലേ ശ്രീ പത്മനാഭൻ? രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ഒരു കമ്പനി കിട്ടാത്ത സേവനത്തിന് അല്ലെങ്കിൽ മതിയാവാത്ത സേവനത്തിന് അമിതമായിട്ട് പ്രതിഫലം കൊടുക്കുന്നു, അത് ടാക്സ് അടച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതോടുകൂടി അത് കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന് പുറത്താവില്ല എന്നതാണ് ചോദ്യം. അഴിമതി അവിടെ നിൽക്കുന്നുണ്ട്, അത് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീ പത്മനാഭൻ. ഇല്ല, അങ്ങനെ വരില്ല. എപ്പോഴാണ് ഒരു പണം കള്ളപ്പണമാവുന്നതും അല്ലെങ്കിൽ വെള്ളപ്പണമാവുന്നതും? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പേയ്മെന്റ്? പേയ്മെന്റിന്റെ പർപ്പസ് ഇവിടെ ഡിഫീറ്റഡ് ആയി. ഇവർ പറഞ്ഞ പർപ്പസ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞപ്പോൾ, എന്നാൽ വേണ്ട, കോടതിയിൽ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാതെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു CMRL. അപ്പോൾ സെറ്റിൽമെന്റ് വിധി വന്നു. അവർ തന്നെ സമ്മതിച്ചു ഇത് സർവീസിനുള്ള പേയ്മെന്റ് അല്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനുള്ള പേയ്മെന്റ് ആണ്? ഫോർ വാട്ട് പർപ്പസ്? ഒറ്റ മറുപടി കൂടി അരുൺകുമാർ, ഞാൻ അങ്ങയിലേക്കും ഷായിലേക്കും വരാം. അരുൺകുമാർ, ഇവിടെ Debate with Arun Kumar.